ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂര് എൽത്തുരുത്ത് എന്നുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ ഇന്ന് മനോഹരമായിട്ടുള്ളൊരു ബെട്രോതൽ ഡേ ആങ്കർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഓഡിറ്റോറിയത്തിലെത്തി. കോസ്മോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ ആദ്യം വന്നു. അവിടെയുള്ള സ്റ്റേജും അതിലുള്ള അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ഇൻ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാ അറേഞ്ച്മെൻറ്റ്സും നമ്മൾ ആദ്യം തന്നെ പോയി ഓക്കെ ആണോ എന്നൊക്കെ നോക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബ്രൈഡിനെയും ഗ്രൂമിനെയും കാത്തിരിക്കും. പള്ളിയിലുള്ള മനസ്സമ്മത ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവർ വരാനായിട്ട് ഒരു അല്പം സമയമൊക്കെ എടുക്കും. അവരുടെ ദിവസമല്ലേ, അപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്ത് ഒരല്പം പതിയെ സമയമൊക്കെ എടുത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അവരുടെ ഈ മനോഹരമായിട്ടുള്ള ദിവസം കാണാം, ആസ്വദിക്കാം. അവരുടെ ഈ ആഘോഷവേദിയിലേക്ക് അവരെ നമുക്ക് സ്വീകരിക്കാം. ഷെർലിയും സിജോയും നമ്മുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കൊടുത്ത് ഏറെ സ്നേഹത്തോടു കൂടി നമുക്ക് അവരെ ഇന്നത്തെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കൾക്കും വേണ്ടി ആദ്യമേ തന്നെ വിവാഹ ജീവിതത്തിന്റെ എല്ലാവിധ മംഗളാശംസകളും ഏറ്റവും സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. മതി എനിക്ക് പങ്കാളിയായിട്ട് എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്താൻ എന്താണ് ഷെർലിയുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഭയങ്കരമായിട്ട്. നമ്മൾ കോളേജ് തൊട്ട് ഫ്രണ്ട്സാണ്. ഇപ്പം അറിയാം, ലൈക്ക് ഇപ്പം ഞാൻ ഏതാണെന്ന് എല്ലാം അറിയുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഫീലിങ്സ് എല്ലാം മനസ്സിലാവുന്ന ഒരാളാണ്. അത് അല്ലേ, പരസ്പരമുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ ഏത് റിലേഷനും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്നത്. അതുപോലെ നമ്മൾ അറിയുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പോലും നമ്മുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടോടുകൂടി, അവരുടെ സ്നേഹത്തോടുകൂടി, അഭിപ്രായത്തിനൊക്കെ നമ്മൾ വില നൽകി അവരുടെ കൂടെ നിന്ന് നമ്മൾ ആ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ എനിവേ, കൺഗ്രാജുലേഷൻസ്. ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. ഇപ്പോൾ നമ്മൾ കല്യാണത്തിലേക്ക് അടുക്കുമ്പോൾ പരസ്പരമൊക്കെ ഫോണിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ രണ്ടുപേരും. അങ്ങനെ നിങ്ങൾ എത്ര സമയമാണ്, ഏറെക്കുറെ കൂടുതൽ സമയം കേട്ടോ, കൂടുതൽ എത്ര സമയം വരെ നിങ്ങൾ സംസാരിച്ചിരിക്കാറുണ്ട്? നമുക്ക് സിജോയോട് ചോദിക്കാം. രണ്ടുപേരും പറയുന്നത് 4 hours, 24 മണിക്കൂറിലെ 4 മണിക്കൂർ നമ്മുടെ സിജോയ് ഷെർലിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഷെർലിയോ തിരക്ക് പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലേ, കല്യാണമൊക്കെ ആവുമ്പോൾ കോസ്റ്റ്യൂം, മേക്കപ്പ്, എന്തെല്ലാം തിരക്കുകളാ, അതിലൊക്കെ മാറ്റി വെച്ച് 4 മണിക്കൂർ ഇവർ പരസ്പരം സംസാരിച്ചിരിക്കുകയാണ്. ഇനിയും സംസാരിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ? ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇനി എൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. ഇനി മുതൽ നിങ്ങൾ സംസാരിക്കുന്ന സമയമൊക്കെ ഒന്ന് നമ്മുടെ ഡയറിയിലോ ഫോണിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുറിച്ചിട്ടോളൂ കേട്ടോ. ഈ 4 മണിക്കൂറിൽ നിന്ന് അത് 4 മിനിറ്റായിട്ട് ചുരുങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പോൾ അതൊക്കെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നമുക്ക് ഇനി ഇവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഷെർലിയും സിജോയും ഇന്ന് മുതൽ ബന്ധുക്കളാവാൻ പോവാണ്. അപ്പോൾ അവരുടെ ഫാമിലിയെ കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഷെർലി. മിസ്റ്റർ ആന്റണി ആൻഡ് മിസ്സിസ് ആനി ആന്റണി ദമ്പതികളുടെ രണ്ടാമത്തെ മകളാണ് ഷെർലി. ഷീ ഹാസ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ഇൻ MSc Electronics from CUSAT and currently working as business immigration analyst in Fragman Info Park, കൊച്ചി. ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സിജോയുടെ വിശേഷങ്ങൾ അറിയാം. മിസ്റ്റർ AD ജോഷി ആൻഡ് മിസ്സിസ് ടെസി ജോഷി ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് സിജോയ്. നൗ ഹി കറന്റ്ലി വർക്കിംഗ് ആസ് എൻ അസിസ്റ്റന്റ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടുപേരുടെ ഫാമിലിയിലെയും ഇളയ മക്കളാണ്. അങ്ങനെ
രണ്ട് വീട്ടിലെയും എല്ലാ വാത്സല്യവും സ്നേഹവും കിട്ടിയിട്ടുള്ള രണ്ടു പേര് ഇന്ന് മുതൽ ഒരു കുടുംബമായി ഇവിടെ അവരുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവരെ ഇനി നമുക്ക് അധിക സമയം ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അത്ര ശരിയല്ല. സോ നമുക്ക് അവരുടെ ഒരു ഫാമിലിയെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മക്കളുടെ ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള നിമിഷത്തിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നവരാണ് അവരുടെ മാതാപിതാക്കൾ. സോ നമുക്ക് ആദ്യം തന്നെ ഷെർലിയുടെ ഫാമിലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഷെർലിയുടെ പപ്പ മിസ്റ്റർ ആന്റണി നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. അദ്ദേഹം സ്വർഗത്തിലിരുന്ന മകളുടെ ഈ മനോഹരമായിട്ടുള്ള ചടങ്ങ് തീർച്ചയായും അദ്ദേഹം കാണുന്നുണ്ടാവും. എല്ലാവിധ അനുഗ്രഹങ്ങളും വർഷിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഷെർലിയുടെ അമ്മയെ ഒത്തിരി സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹെർ മദർ മിസ്സിസ് ആനി ആന്റണി ആൻഡ് ഹർ ഡിയറസ്റ്റ് ബ്രദർ സേവിയർ പ്ലീസ് ടു ബി വിത്ത് ഹർ ഓൺ ടു ദി സ്റ്റേജ്. പ്രിയപ്പെട്ട ഷെർലിയുടെ ഫാമിലി ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ വരൻ സിജോയുടെ ഫാമിലിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. His father, Mr. A.D. Joshi, retired government servant, village assistant. അദ്ദേഹത്തെയും സിജോയുടെ അമ്മ മിസ്സിസ് ടെസി ജോഷി ആൻഡ് ഹിസ് ബ്രദർ സഞ്ജയ് ജോഷി, സിസ്റ്റർ-ഇൻ-ലോ ജിൻസ എന്നിവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഈ ഒരു ആഘോഷവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. നമ്മുടെ ഇവിടുത്തെ മാത്രം കൂടിച്ചേരുന്നൊന്നുമല്ല അല്ലെ കുടുംബം. അവരുടെ പാരന്റ്സും സഹോദരങ്ങളും എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ ഭംഗി ഇത്ര മനോഹരമായിട്ട് നമ്മുടെ വേദിയിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. ഇപ്പോ രണ്ടു പേരിൽ നിന്ന് രണ്ട് കുടുംബം കൂടി ചേർന്ന് നിന്നപ്പോ നമ്മുടെ ഒരു ഫാമിലി പിക്ചർ ഇവിടെ വളരെ മനോഹരമായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു വലിയ ഫാമിലിക്ക് നമ്മളെല്ലാവരും ചേർന്ന് ഷെർലിയുടെ ഫാമിലിയും സിജോയുടെ ഫാമിലിയും എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്ത എല്ലാവരും. Please come move forward for lighting the middle candle. നമ്മുടെ മിഡിൽ ക്യാൻഡിൽ ആണ് ലൈറ്റൻ ചെയ്യേണ്ടത്. ഇന്നു മുതൽ ഇവർ ആരംഭിക്കുന്ന കുടുംബജീവിതവും ഇതുപോലെ ഒത്തിരി പ്രകാശപൂർണമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഷെർലിയുടെ ഫാമിലി അമ്മയും ബ്രദർ സേവിയറും ചേർന്ന് സൈഡ് ക്യാൻഡിൽസ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഷെർലിക്കുള്ള സപ്പോർട്ടും സ്നേഹവും ഒക്കെ നമ്മുടെ വേദിയിൽ ഉറക്കെ വിളിച്ചു പറയാണ് അവര്. സിജോയുടെ ഫാമിലി ചേർന്ന് നമുക്ക് അനദർ സൈഡ് ക്യാൻഡിൽ കൂടി ലൈറ്റൻ ചെയ്യാം. മാതാപിതാക്കളുടെ ഒത്തിരി നാളത്തെ ആഗ്രഹവും സ്വപ്ന സാക്ഷാത്കാരമാണ് നമ്മുടെ വേദി മനോഹരമായിട്ടുള്ള ബാലൻസ് കല്യാണമാലകൾ എടുത്തു നൽകുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടു കൂടി രണ്ടുപേരുടെയും അമ്മമാരെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്ന് വിവാഹത്തിനുള്ള അവരുടെ കല്യാണമാലകളൊക്കെ ഏറ്റുവാങ്ങുകയാണ്. അതിനുശേഷം ഷെർലി സിജോയും പരസ്പരം കല്യാണമാലകളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അപ്പോ ഷെർലി കഴുത്തിലണിയില്ലേ, ഹാരമണിയില്ലേ, വരനായിട്ട് അങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായി റെഡിയായി ഹാപ്പി ആയിട്ടാണ് നമ്മുടെ ഷെർലി നിൽക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള എല്ലാ ബന്ധുക്കളുടെയും അനുവാദത്തോടു കൂടി ആ ചടങ്ങ് നമ്മൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കുകയാണ്. കല്യാണമാലകൾ കൂടി പരസ്പരം പങ്കുവെച്ചതോടുകൂടി അവരുടെ ആ ഒരു മാരേജിലൊക്കെ കുറച്ചും കൂടി വൈബ്രന്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി സിജോയുടെ ഫാദർ മിസ്റ്റർ A.D. ജോഷി അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഷെർലിയുടെ ബ്രദർ സേവറിനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരും അവരുടെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്കാണ് ബൊക്കേസ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. ഒന്ന് ചിരിച്ചിട്ടൊന്ന് ബൊക്കെയൊക്കെ ഒന്ന് ഏറ്റുവാങ്ങിയേ. അതിനുശേഷം
അതിനുശേഷം നിങ്ങൾ പരസ്പരം ഈ ബൊക്കേസ് കൂടി ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ അവരുടെ വെഡിങ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നല്ല തനി നാടൻ മണവാളനും മണവാട്ടിയും ഒക്കെയായി അവർ നമ്മുടെ മുൻപിൽ വളരെയധികം ഭംഗിയോടുകൂടി ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കിന് നമുക്കൊരു കയ്യടി കൊടുക്കാലോ? ആർക്കൊരു ഷാറിൽ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്തേ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സിജോയും ഷെർലിയും പോലെ തന്നെ അതിമനോഹരമായി ഒരുങ്ങിയിട്ടാണ് നമ്മുടെ വേദി ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. സോ നമുക്ക് ശുഭകാര്യങ്ങളെല്ലാം അല്പം മധുരം കഴിച്ച് ആരംഭിക്കാമെന്നാണല്ലോ. സോ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങാണ് ഇനി നമ്മുടെ വേദിയിലുള്ളത്. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാവുന്നത്. നമ്മുടെ അടുക്കളയിൽ നിൽക്കുന്ന ഓരോ അമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അല്ലേ, അതിന് ചിലർക്കൊക്കെ കൈകണക്കാണ്. കൃത്യമായിട്ട് അവരതിലേക്ക് എടുത്തിടും. ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു വിഭവം അതിൽ നിന്ന് അവരുടെ കുടുംബത്തിലേക്ക് രൂപപ്പെടും. അതുപോലെ തന്നെയാണ് ഈ ഒരു കേക്കും. ഈ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിലൂടെ ഇവരുടെ ജീവിതത്തിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും സങ്കടവും സന്തോഷവും സ്നേഹവും ഒക്കെ പരസ്പരം ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഷെർലി ആൻഡ് സിജോയ് പ്ലീസ് കം ഫോർവേഡ് ഫോർ കട്ട് ദി കേക്ക് ആൻഡ് ഷെയർ ഇറ്റ് ഈച്ച് അതർ. രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് കുടുംബവും അവരുടെ കൂടെ തന്നെ ചേർന്ന് നിൽക്കാം. പേരുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്ലീസ് കട്ട് ദി കേക്ക് ആൻഡ് ഷെയർ ഇറ്റ് ഈച്ച് അതർ. മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ മധുരം അവരിവിടെ വെച്ച് പങ്കിടുകയാണ്. അപ്പൊ അവരുടെ സന്തോഷകരമായിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം ഷെർലി ആദ്യം മധുരം എടുത്ത് സിജോയ്ക്കും, സിജോയ് മധുരം ഷെർലിക്കും പങ്കുവയ്ക്കാം. ഷെർലി അതിനുശേഷം കേക്ക് എടുത്ത് സിജോയുടെ ഫാമിലിക്ക്, സിജോയുടെ പപ്പയ്ക്കും മമ്മയ്ക്കും ഒക്കെ കൊടുത്ത് അവരുടെ കുടുംബത്തിൽ ഇന്നു മുതൽ മകളായിട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ്. നമുക്കും ആ ഒരു കുടുംബത്തിന്റെ സന്തോഷകരമായിട്ടുള്ള യാത്രയിൽ നമ്മളും പങ്കുചേരുകയാണ്. അപ്പൊ ഒത്തിരി സ്നേഹത്തോടു കൂടി ഷെർലിയുടെ കയ്യിൽ നിന്ന് ആ മധുരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമുക്ക് പപ്പയും മമ്മിയെയും ബ്രദറിനെയും ഒക്കെ നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അതിനുശേഷം സിജോയും ഇതുപോലെ തന്നെ നമ്മുടെ ഷെർലിയുടെ കുടുംബത്തിന് മധുരം എടുത്ത് നൽകിക്കൊണ്ട് ഇന്നു മുതൽ ഷെർലിയുടെ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി അവരുടെ കുടുംബത്തെ ചേർത്ത് വയ്ക്കുന്ന നല്ലൊരു മകനായിട്ട് നിൽക്കാൻ ദൈവം സിജോയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കും ആത്മാർത്ഥമായിട്ട് ആശംസിക്കാം. ഇവിടെ ഈ ഒരു ആഘോഷവേദിയിൽ വെച്ച് അവർ ഒന്നിച്ച് പങ്കിടുകയാണ്. കാനായിലെ കല്യാണ നാളിലെ വെള്ളം മുന്തിരി നീരാ. Here we are entering into wine toasting ceremony. വൈൻ ഗ്ലാസസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സിജോയുടെ ബ്രദർ സഞ്ജയ് ജോഷിയെയും അതുപോലെ തന്നെ ഷെർലിയുടെ ബ്രദർ സേവ്യറിനെയും ഒത്തിരി സ്നേഹം. And toast it and enjoy the bitterness and sweetness of marriage. ഉയർത്തിട്ട് ഫേസിലേക്ക് നോക്ക്, ഫേസിലേക്ക് നോക്ക്, ഫേസിലേക്ക് നോക്ക്, ഫേസ് ടു ഫേസ്. ഓക്കെ. ആ ആ ഡോക്ടർ സെൽഫായിട്ട് സെൽഫായിട്ട് ഡോക്ടർ സെൽഫായിട്ട് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട വീഞ്ഞ് ഇതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുന്നതോറും കുടുംബജീവിതത്തിന്റെ ആ ഒരു വീര്യമൊക്കെ ഒട്ടും കുറഞ്ഞു പോകാതെ അവരുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും ആ
നമുക്ക് ലെമൺ ഷെയറിംഗ് ആണ്. അപ്പോൾ ലെമൺ ഷെയർ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സിജോയുടെ സിസ്റ്റർ ലോ ജിൻസയെ നമുക്ക് സ്നേഹത്തോടു കൂടി സിജോയും ആ ഒരു ലെമണും പരസ്പരം ഒന്ന് ഷെയർ ചെയ്യും. നമ്മുടെ കല്യാണ വീടുകളിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലേ നമ്മുടെ പ്രിയപ്പെട്ട നാരങ്ങ. കാണാൻ ഇത്ര ചെറുതാണെങ്കിലും അതിൽ നിന്ന് ഒരു വലിയ ഒരു കാര്യം ആ ഒരു ലെമൺ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. മധുരവും വീര്യവും മാത്രമൊന്നും അല്ല കേട്ടാ സിജോയ്. കുടുംബജീവിതം എന്ന് പറയുന്നത് മധുരം വീര്യം മാത്രമൊന്നുമല്ല. പപ്പയോടും അമ്മയോടും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും ഒരല്പം എരിവും പുളിയും സങ്കടവും ദേഷ്യവും അങ്ങനെ പല വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ കൂടി ചേരുമ്പോഴാണ് അത് ഹാപ്പി ആയിട്ട് പോകുന്നത്. അത് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലെമൺ ഈ ഒരു വിവാഹ വേദിയിൽ